എന്താണ് നമ്മുടെ എയർപോർട്ടുകൾക്കൊക്കെ പറ്റിയത്? കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കാണുന്നുണ്ടാവും. നിങ്ങൾ ശരിക്കും പോയി എയർപോർട്ടിൽ പോയി പെട്ട് കിടന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എന്നാലും നമ്മളിങ്ങനെ അറിയാത്തവർക്കാണ് ഈ കുറേ വീഡിയോസായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? ഇൻഡിഗോ എയർലൈൻസ് ഫുള്ള് എല്ലാവരും പറ്റിച്ചു എന്നും എയർപോർട്ടുകളൊക്കെ റെയിൽവേ സ്റ്റേഷൻ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരാതികളും വീഡിയോസും വരുന്നുണ്ട്. എന്താണ് കാര്യം? ഇതിൻ്റെ ശരിക്കുള്ള ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ എന്താണ് കാര്യം എന്ന് നോക്കാം. ഈ ഒരു ചാർട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ മാർക്കറ്റ് ഷെയർ ആണ് പറയുന്നത്. അതായത് ഇന്ത്യയിലെ എയർലൈൻസിൻ്റെ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 64%, അതായത് ഓൾമോസ്റ്റ് 70% ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ളത് ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതാണ് മോണോപോളി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മോണോപോളി ആയി ഒരു കമ്പനി മാത്രം നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം. ആക്ച്വലി ഇൻഡിഗോക്കാർ കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിൽ ചെയ്യാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ. നമ്മുടെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അവരിന് ആക്ച്വലി തിരിച്ചൊരു ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ കൊല്ലം 2024 നമ്മുടെ DGC ഉണ്ടല്ലോ, സിവിൽ ഏവിയേഷനൊക്കെ നോക്കുന്ന, അവർ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. ഒന്നുമില്ല, പൈലറ്റുമാർക്ക് കുറച്ചുകൂടെ റെസ്റ്റ് വേണം. 36 മണിക്കൂറാണ് ആകെ റെസ്റ്റ് ഉള്ളൂ ഒരാഴ്ചയിൽ. അപ്പോൾ അതൊന്ന് 48 മണിക്കൂറാക്കണം. അതേപോലെ ഈ നൈറ്റ് ലാൻഡിങ് ഉണ്ടല്ലോ, 12 മണിക്ക് ശേഷം പുലർച്ചെ ഉള്ള ലാൻഡിങ് 6 എണ്ണം ചെയ്യാമെന്നാണ് ഒരാഴ്ചയിൽ. അതൊന്ന് 2 എണ്ണമാക്കി ചുരുക്കണം. പൈലറ്റുമാർ നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള പ്രശ്നങ്ങളും ഈ ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂസൊന്നും ഒരുവിധം കുറയ്ക്കാലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമാണ്. സൗണ്ട്സ് റീസണബിൾ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? കൂടുതൽ പൈലറ്റുമാരിനെ എടുക്കണം. പൈലറ്റുമാരെ മാത്രം എടുത്തപ്പോൾ മതി പോരല്ലോ. ഈ പ്ലെയിനിലുള്ള വർക്ക് ചെയ്യുന്ന എയർ ഹോസ്റ്റസ്മാരും ബാക്കിയുള്ള അങ്ങനത്തെ ഈ ഒരു പ്ലെയിന് കൊണ്ടുപോകുന്ന എല്ലാ ആൾക്കാരിനും വീണ്ടും ഇവർക്ക് ഹയർ ചെയ്യണം. അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇൻഡിഗോക്കാർ ഇത് ചെയ്തില്ല. അതായത് ഞങ്ങൾ 48 മണിക്കൂർ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് ഇത് ഫുള്ള് ഹോൾട്ട് ചെയ്തു. അതായത് അവർക്ക് ഒരു കൊല്ലം മുന്നേ ഇത് അറിയായിരുന്നു. പെട്ടെന്ന് ഒരു നിയമം പാസ്സാക്കിയതല്ല, കുറേ മുന്നേ അറിഞ്ഞിട്ടും അവരിതിന് വേണ്ടിയിട്ട് പുതിയ പൈലറ്റ്സിനെ ഹയർ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ആക്ച്വലി ഇവർ അനുഭവിക്കുന്നത്. അതിന് ഈ വെറുതെ നിൽക്കുന്ന അവിടെ കൗണ്ടറിൽ നിൽക്കുന്നവരുടെ അടുത്ത് ചൂടായിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കോർപ്പറേറ്റ് ഗ്രീഡിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് മെയിൽ നേരത്തെ പറഞ്ഞാൽ ചുമ്മാ അല്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ 70% ഈ എയർലൈൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി ഞങ്ങളിത് നിർത്തുകയാണെന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗവൺമെൻറ് ഫോൾഡ് ചെയ്തു. ഗവൺമെൻറ് ഇപ്പോൾ ഈ നിയമം ഇപ്പോൾ പാസ്സാക്കണ്ട, ഇപ്പോൾ ഇത് നടപ്പിലാക്കണ്ട, ഫെബ്രുവരി വരെ നിങ്ങൾക്ക് സമയം തരാമെന്നുകൊണ്ട് നീട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫെബ്രുവരിയിൽ ഇത് നടപ്പാവോ അതോ ഇതിന് വീണ്ടും ഇത് നീട്ടാനാണോ അവർ പോകുന്നത്? സ്വാഭാവികം.